ശരണമയ്യപ്പ 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 അയ്യപ്പ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പ ശരണം സ്വാമി ശരണം ഐ ശരണം അയ്യപ്പോ സ്വാമിയേ അയ്യപ്പ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പന്മാരെ. ഏറെ പവിത്രമായ മകരജ്യോതി തെളിയുന്ന ദിവസമാണ്. അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് മകരജ്യോതി ദിവസം എന്ന് പറയുന്നത്. വ്രതശുദ്ധിയോടുകൂടി ഓരോ മണ്ഡല മാസക്കാലവും ഈ മകരജ്യോതിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് അയ്യപ്പ ഭക്തന്മാർ. ഇന്ന് ശബരിമലയിൽ ആ മകരജ്യോതി തെളിയുന്ന സമയത്ത് ദീപാരാധന കഴിഞ്ഞ് തങ്കയങ്കി ചാർത്തി ആ മകരജ്യോതി ദീപാരാധനയ്ക്ക് ശേഷം ആ മകരജ്യോതി തെളിയുന്ന സമയത്ത് കേരളത്തിലെമ്പാടും അയ്യപ്പ ഭക്തന്മാർ ഇത്തരത്തിൽ പ്രതിഷേധവുമായി മകരജ്യോതി തെളിയിക്കുകയാണ്. വീടുകളിൽ, നാട്ടുംപുറങ്ങളിൽ, നഗരപ്രദേശങ്ങളിൽ എല്ലായിടത്തും പ്രതിഷേധ സൂചകമായി അയ്യപ്പൻ മകരജ്യോതി തെളിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ശബരിമലയെ ഇടതനും വലതനും ചേർന്ന് കൊള്ളയടിച്ചിരിക്കുന്നു. ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചതിന്റെ പിന്നിൽ അത് CPM മാത്രമല്ല, കോൺഗ്രസിന്റെയും ഉന്നത നേതാക്കന്മാരിലേക്ക് അന്വേഷണം എത്തേണ്ട സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഇവിടെ ശബരിമലയിലെ സ്വർണം മാത്രമല്ല, ശബരിമലയിലെ വിഗ്രഹങ്ങൾ കളവ് പോയിരിക്കുന്നു. ശബരിമലയിലെ വാജിവാഹനം അത് മോഷണം പോയിരിക്കുന്നു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം മോഷണം പോയിരിക്കുന്നു. 18ാം പടിയിൽ ഏറെക്കാലം പഴക്കമുള്ള സ്വർണം പൂശിയ പാളികൾ മോഷണം പോയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ പഴക്കമുള്ളതെല്ലാം അടിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. അയ്യപ്പ വിഗ്രഹം പോലും അത് യഥാർത്ഥത്തിലുള്ളതാണോ ആ ശബരിമല സന്നിധാനത്ത് ആ ശ്രീകോവിലിനുള്ളിൽ ഇരിക്കുന്നത് എന്ന് അയ്യപ്പ ഭക്തന്മാർ സംശയം പ്രകടിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഉന്നതന്മാരിലേക്ക് എന്താ അന്വേഷണം എത്താത്തത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും വാസുവിനെയും മാത്രം, തന്ത്രിയെയും മാത്രം അറസ്റ്റ് ചെയ്താൽ മതിയോ? ഇവിടെ അന്വേഷണം എത്തേണ്ടത് കടകംപള്ളിയിലേക്കാണ്. അന്വേഷണം എത്തേണ്ടത് വാസവനിലേക്കാണ്. ഈ മന്ത്രിമാർക്ക് ഈ കൊള്ളയിൽ കൃത്യമായ പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിലേറെ ഞെട്ടിക്കുന്ന വിവരം, അന്താരാഷ്ട്ര പുരാവസ്തു കടത്ത് സംഘത്തിന് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട്, വിഗ്രഹക്കൊള്ളയിൽ പങ്കുണ്ട് എന്നാണ്. അത് മറ്റാരുമല്ല, സോണിയാഗാന്ധിയുടെ സഹോദരിയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരത്തിൽ പുരാവസ്തു കച്ചവടം നടത്തുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്വർണം വാങ്ങി എന്ന് പറയപ്പെടുന്ന ഗോവർദ്ധനൻ ഈ സോണിയാഗാന്ധിയെ കണ്ടതെന്ന് പറഞ്ഞ് ചിത്രങ്ങൾ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സ്വർണം വിറ്റവനും വാങ്ങിയവനും എന്തിനാണ് ഈ കോൺഗ്രസിന്റെ നേതാവായ സോണിയാഗാന്ധിയെ കണ്ടത് എന്നുള്ളതാണ് കേരളം ചോദിക്കുന്നത്. ഉത്തരം പറയണം കോൺഗ്രസിന്റെ നേതൃത്വം. ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കൃത്യമായ പങ്കുണ്ട്. സോണിയാഗാന്ധിയുടെ ബന്ധുക്കൾക്ക് ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ളത് സാമാന്യ ജനങ്ങളുടെ ന്യായമായിട്ടുള്ള സംശയമാണ്. അതുകൊണ്ട് ഒരു SIT അന്വേഷണം കൊണ്ട് ഈ കേസിന് ഒരു തുമ്പും ഉണ്ടാകാൻ പോകുന്നില്ല. അന്താരാഷ്ട്ര തലത്തിൽ നടന്ന കേസ്, ഈ കേസ് CBI പോലുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചാലേ ശബരിമല സ്വർണ്ണക്കടത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള വസ്തുതകൾ അത് പുറത്തു വരൂ. കോൺഗ്രസിന്റെയും CPM-ന്റെയും സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ ഈ സ്വർണ്ണക്കൊള്ളയിൽ മുഖം നഷ്ടപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾ ഈ ഇരു മുന്നണികളെയും തൂക്കി പുറത്തെറിയുന്ന കാലം വിദൂരമല്ല എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അയ്യപ്പന്റെ സ്വർണം കക്കുക, അയ്യപ്പന്റെ അമ്പലത്തിലെ വിഗ്രഹങ്ങൾ കടത്തിക്കൊണ്ടുപോവുക ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അത് ക്ഷമിക്കാവുന്നതിലും അപ്പുറമാണ്. ഇവിടെ
ശബരിമലയിൽ ആചാര ലംഘനത്തിന് വേണ്ടി മനീതി സംഘത്തെ ഉൾപ്പെടെ കൂട്ടിക്കൊണ്ടുവന്ന് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയ പിണറായി വിജയൻ ആ ആചാര ലംഘനം നടത്തുന്ന സമയത്താണ് ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള മുഴുവൻ നടന്നിട്ടുള്ളത്. ആചാര ലംഘനം നടത്താനുള്ള ശ്രമം, അതിൻ്റെ മറവിൽ കൊള്ള എന്ന് പറഞ്ഞാൽ എല്ലാം ശ്രദ്ധിക്കുന്നത് ഈ ആചാര ലംഘന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ എന്തടിച്ചു മാറ്റിയാലും ആരും അറിയില്ല എന്നാണ് ഈ പറയുന്ന പിണറായി മന്ത്രിസഭ വിചാരിച്ചത്. പക്ഷേ കടകംപള്ളി ഉൾപ്പെടെ ഇതിൽ പങ്കുണ്ട്, വാസവൻ ഉൾപ്പെടെ ഇതിൽ പങ്കുണ്ട്. ഇന്നിപ്പോൾ ദീപാരാധന നടക്കുമ്പോൾ ദേവസ്വം മന്ത്രി ആ ശ്രീകോവിലിന്റെ മുന്നിൽ ഒരു പ്രതിമ കണക്ക് നിൽക്കുന്നുണ്ട്. ഈ പറയുന്ന വാസവന് ഒന്ന് കൈകൂപ്പി ആ ശ്രീകോവിലിനുള്ളിലേക്ക് ഒന്ന് തൊഴാൻ പോലും സാധിക്കുന്നില്ലല്ലോ. മന്ത്രി വാസവ, നിങ്ങളൊന്ന് കൈകൂപ്പി തൊഴുതാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളുടെ CPM-ലെ മന്ത്രിമാർക്ക് നോമ്പ് തുറക്കാനോ ഹജ്ജിന് പോകാനോ യാതൊരു മടിയുമില്ലല്ലോ. നിങ്ങൾക്ക്, ഹിന്ദു നാമധാരിയായ നിങ്ങൾക്ക് ശബരിമലയിലെ ആ ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് നോക്കി ഒന്ന് തൊഴാൻ പോലും സാധിക്കാത്തത് നിങ്ങൾ ആരെ പ്രീണിപ്പിക്കാനാണ് എന്ന് മറുപടി പറയണം. ഇങ്ങനെ തൊഴാൻ നിങ്ങൾക്ക് മടിയാണ് എങ്കിൽ, ഞങ്ങളുടെ വിഗ്രഹങ്ങളെ നോക്കി തൊഴാൻ നിങ്ങൾക്ക് മടിയാണ് എങ്കിൽ എന്തിനാണ് ഈ ദേവസ്വം മന്ത്രിയായി നിങ്ങൾ ഇരിക്കുന്നത്? അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ, ധാർമ്മികതയുണ്ടെങ്കിൽ വാസവൻ മന്ത്രി നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകണം. നിങ്ങൾ ഭക്തജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ കേരളത്തിലെ ഭക്തനോട് കൊഞ്ഞനം കുത്തി കാണിക്കുകയാണ്. ഒന്ന് കൈകൂപ്പി തൊഴാൻ പോലും സാധിക്കാത്ത മന്ത്രിമാർ, ഇടതുപക്ഷ മന്ത്രിമാർ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസി സമൂഹത്തിന്റെ ഏറ്റവും വലിയ അപമാനമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ശബരിമലയിലെ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരുന്നത് വരെ ഞങ്ങൾ ഈ സമരം തുടരും, ഈ പ്രതിഷേധം തുടരും.